ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ അമ്മ മാധവത്തിലെത്തുമ്പോഴേക്കും വീണ അവിടെ ക്ലീനിങ് ജോലിയിലായിരുന്നു. അമ്മയെ കാണാൻ അവൾ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ചിലരുടെയൊക്കെ വിചാരം എന്ന് പരിഭവത്തോടെ പറയുമ്പോഴേക്കും വന്നു കയറും മുമ്പേ തുടങ്ങിയോ എന്ന് ടീച്ചർ അമ്മയും ചോദിക്കുന്നുണ്ട്. എടി, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, പെട്ടെന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ നിന്നെ വിളിച്ച് പറയാൻ മറന്നുപോയി എന്നമ്മ പറയെ വിട്ടുപോവും എന്ന് വീണയും. വെറുതെ നിന്ന് കളിക്കല്ലേ എന്ന് ടീച്ചറമ്മ അവളെ വഴക്ക് പറയുമ്പോൾ ഞാൻ പോയിക്കോളാം എന്ന് വീണയും. എടി, TTC കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് നാരായണൻ സാറിനെ ഒന്ന് കാണുന്നത്. സാറിന്റെ വീടും അന്തരീക്ഷവും ഒക്കെ എന്ത് രസാന്നറിയോ. സാറിന്റെ വാർദ്ധക്യം ആസ്വദിച്ച് കഴിയുകയാ. സാറിനെ ഓൾ ഇന്നോളായിട്ട് അവിടെ ഒരാളുണ്ടെന്ന് ടീച്ചറമ്മ പറയെ. ആരാന്ന് വീണയും. ഉഗ്രൻ എന്നമ്മ പറയെ. പേര് തന്നെ ഉഗ്രനാണല്ലോ എന്ന് വീണയും. ഉഗ്രന്റെ കറികളൊക്കെ എന്തൊരു രുചിയായിരുന്നെന്നറിയാമോ. അത് ഈ പറമ്പിലെയും തൊടിയിലെയും സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാ. ഇലേക്ക് ഇട്ടാ ഞങ്ങൾക്ക് ഊണ് തന്നതെന്ന് അമ്മ പറയുന്നത് കേൾക്കേ. മനുഷ്യനെ പാതി കൊതിപ്പിക്കാൻ വരുവാ അല്ലേ വെറുതെ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. അവിടെ ക്ഷേത്രത്തിലെ പറയെടുപ്പും ഇന്നായിരുന്നു. അതിനും കൂടാൻ പറ്റിയെന്ന് ടീച്ചറമ്മ സന്തോഷത്തോടെ പറയേ. അപ്പോ ആകെ ഒരു ഗംഭീര ട്രിപ്പായിരുന്നു എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. നാരായണൻ സാറിനെയൊന്നും ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. ഇതിപ്പോ കാണുക മാത്രമല്ല എന്നും ഓർത്തിരിക്കാൻ ഒരു ദിവസവും കൂടി കിട്ടി എന്ന് സന്തോഷത്തോടെ ഓർത്തെടുത്ത് കുഞ്ഞി, സന്തോഷിന്റെ മെഡിക്കൽ കൗൺസിലിംഗിന്റെ കാര്യം എന്തായി എന്ന് ചോദിക്കുക ടീച്ചറമ്മ. അവര് രേഖകളൊക്കെ നോക്കി, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി അവര് ഡിപ്പാർട്ട്മെന്റിന് സജസ്റ്റ് ചെയ്യും ഏതു വിധത്തിലുള്ള ജോലിയാണ് ഇപ്പോ ഏൽപ്പിക്കാനാവുക എന്ന വിധത്തിൽ എന്ന് വീണ പറയെ. അപ്പോ വൈകാതെ നിയമനമുണ്ടാവുമല്ലേ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. എത്ര നേരം എടുക്കുമെന്നൊന്നും അറിയില്ല അമ്മേ, എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു എന്ന് വീണ പറയെ. ഇനിയിപ്പോ എല്ലാം ക്ലിയറായ സ്ഥിതിക്ക് ഇനി നീ സന്തോഷിന്റെ പിറകെ നടക്കണ്ട കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ അവര് നോക്കട്ടെ, ഞാൻ ഈ സാരി ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് അമ്മ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും വീണയും ടെൻഷനോടെ കട്ടിലിൽ തന്നെ ഇരിപ്പാ. പിന്നീട് രാത്രിയാവുമ്പോഴും സന്തോഷ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് വീണ. ഞാനേ പരാജയപ്പെട്ട ഒരു കാമുകനും ഭർത്താവുമൊക്കെ ആയിരിക്കാം, പക്ഷേ എന്റെ ഇഷ്ടത്തെ, അതിന്റെ സത്യത്തെ ആർക്കും മത്സരിച്ച് തോൽപ്പിക്കാനാവില്ല. നിന്നോടുള്ള എന്റെ സ്നേഹം സത്യമായും എന്നും എന്റെ ഉള്ളിലുണ്ടാവും. ചെയ്തു തന്നതിനൊന്നും നന്ദി പറഞ്ഞ് കടം തീർക്കുന്നില്ല. കാലം അനുവദിക്കുമെങ്കിൽ ഉറപ്പായും ഞാൻ ഈ കടം വിട്ടു എന്ന് സന്തോഷ് സങ്കടത്തോടെ പറഞ്ഞതെല്ലാം ഓർത്ത് അസ്വസ്ഥതയോടെ അവളിരിക്കുമ്പോഴാണ് റിങ് ചെയ്യുന്ന മൊബൈലുമായി അങ്ങോട്ട് വന്ന് എടി കനിയെ വിളിക്കുന്നെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളുടെ അരികിലിരിക്കുന്നത്. എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോവാൻ നേരം ഡി അവിടെ ഇരിക്കെന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ പിടിച്ചിരുത്തുന്നുണ്ട്. അവളുടെ ഒരു ഭരണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വീണയും അവിടെ തന്നെ ഇരിക്കുക. ടീച്ചറമ്മ ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ചെറിയമ്മ, ഞാൻ ഒരു കാര്യം അറിയാൻ വിളിച്ചതാ. വീണ പിന്നെയും അവരുടെ വീട്ടിൽ പോയായിരുന്നു എന്ന് കനി ചോദിക്കുന്നുണ്ട്. അത് സന്തോഷെ മെഡിക്കൽ കൗൺസിലിങ്ങിന് പോവാൻ കൂട്ടാക്കാതിരുന്നു. അങ്ങനെ കുഞ്ഞി അവിടെ പോയി സന്തോഷിനെയും കുട്ടി എന്ന് ചെറിയമ്മ പറയെ. ഞാൻ മുന്നേ വിളിച്ചപ്പോ പോവരുതെന്ന് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതിന് അവൾ എന്തെങ്കിലും വില തന്നോന്ന് കനിയും ചോദിക്കുന്നുണ്ട്. എടി, ഇന്നത്തോടെ ആ മെഡിക്കൽ കൗൺസിലിംഗ് പരിപാടി കഴിഞ്ഞു എന്ന് ചെറിയമ്മ പറയെ. നാളെ അവള് വേറെ പരിപാടി ഏറ്റുപിടിച്ചോളും, ഇത് പേടിക്കണ്ട. അവൾ ഈ കാണിക്കുന്നത് ശരിയല്ല. അവൾ എന്നോട് മിണ്ടുന്നില്ലല്ലോ. ചെറിയമ്മ സ്പീക്കറിലിട്ടെ എന്ന് പറഞ്ഞ് കനി മൊബൈൽ സ്പീക്കറിലിടുമ്പോഴേക്കും ചെറിയമ്മയും മൊബൈൽ സ്പീക്കറിലിടുകയാ. അപ്പോഴേക്കും ലക്ഷ്മിയും കനിയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. കനിയും വീണയോടായി, വീണ എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, ജോണേട്ടനെ തേക്കരുത്. അങ്ങേരോട് ഇഷ്ടം പറഞ്ഞ പലരെയും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് എനിക്കറിയാം. നീ ഇങ്ങനെ സന്തോഷേട്ടന്റെ പുറകെ നടക്കുകയാണെങ്കിൽ എനിക്ക് ചിലതൊക്കെ തീരുമാനിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നാട്ടിൽ കുറച്ച് പണിയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാലേ എനിക്ക് വെക്കേഷനാ, ഞാൻ അങ്ങോട്ട് വരുവാ. വരാണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് കനി പറയുന്നത് കേൾക്കെ ലക്ഷ്മിയും അതെന്താടി, അതിന് ചോദിക്കുകയും പറയുകയൊന്നും വേണ്ടേ എന്ന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച കുഞ്ഞാ പോകുന്നെന്ന് കനി പറയുമ്പോ അതും അങ്ങ് തീരുമാനിച്ചോന്ന് ലക്ഷ്മിയും. തീരുമാനിച്ചു. ഇനി ടിക്കറ്റിന്റെ കാര്യം അത് ഞാൻ ഹെൻറി പാപ്പനോട് വിളിച്ചു പറഞ്ഞോളാം. ഞാൻ അവിടെ ഇല്ലാത്തതിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ കാണുന്നുണ്ട്. അത് തീർത്തിട്ടിങ്ങ് പോരാം. ഡി, നീ ആകാശത്തേക്ക് നോക്കി കാത്തിരുന്നോ, നിന്റെ തലയ്ക്ക് മീതെ പറന്ന് ഉടനെ ഞാൻ അങ്ങെത്തും. ചെറിയമ്മ, അപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ എന്ന് കനി പറയുമ്പോ എന്റെ പൊന്നുമോളെ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോടിന്ന് ചെറിയമ്മയും ചോദിക്കുന്നുണ്ട്. ഉള്ളതാ ചെറിയമ്മേ, ചില കളികൾ പഠിക്കാനും ചിലതൊക്കെ പഠിപ്പിക്കാനും ഉടനെ ഞാനങ്ങ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ പറയാം എന്നവൾ പറയുമ്പോഴേക്കും ശരിയടിയെന്ന് ടീച്ചറമ്മയും. ശരിയെന്നാ വിളിക്കാമെന്ന് പറഞ്ഞ് കനി കോൾ വെക്കുമ്പോഴേക്കും നീ ആരെന്നാ നിന്റെ വിചാരം എന്ന് ലക്ഷ്മിയും അവളോടായി ചോദിക്കുക. ആകെ ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്ന വീണയും അമ്മയോടായി, യഥാർത്ഥ പ്രശ്നം അമ്മയ്ക്ക് ഇനിയും മനസ്സിലാവാഞ്ഞിട്ടാ എന്ന് പറയെ. എന്താടീന്ന് ടീച്ചറമ്മയും. തനിക്ക് സീരിയസ് ആയി ജോണേട്ടനെ ഇഷ്ടായിരുന്നു, അതാ എല്ലാത്തിനും പ്രശ്നം എന്നവൾ പറയുമ്പോ അങ്ങനെയൊന്നുമില്ല, അത് നിനക്ക് തോന്നുന്നതെന്ന് അമ്മയും. നമുക്ക് നോക്കാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് വീണ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അവൾ റൂമിൽ ചെന്ന് നിന്ന് ദേഷ്യത്തോടെ പിണക്കത്തോടെ നിൽക്കുമ്പോഴേക്കും അമ്മയും അങ്ങോട്ടെത്തുകയാ. അതിനിടയ്ക്ക് അങ്ങ് പിണക്കമായോ എന്ന് അമ്മ ചോദിക്കേ. അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയാവുന്നതല്ലേ, എന്നിട്ട് കനി എന്നെ ഇട്ട് അങ്ങ് അലക്കുമ്പോ കേട്ട് രസിച്ച് നിൽക്കുവല്ലേ എന്ന് വീണ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എടി, കനി പറയുന്നതിൽ
ന്യായമില്ലേ മോളെ എന്ന് അമ്മ ചോദിക്കെ എന്ത് ന്യായം എന്ന് വീണയും. ജോണിനെ പറ്റിക്കരുതെന്ന് പറഞ്ഞില്ലേ എന്ന് അമ്മ ചോദിക്കെ അതെന്തിനാ അവൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വീണയും. അവള് പറഞ്ഞല്ലോ സന്തോഷിന്റെ പിന്നാലെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത് അറിഞ്ഞിട്ടല്ലേ എന്നമ്മ ചോദിക്കെ ഇന്നെന്തിനാ ഞാൻ സന്തോഷത്തിന്റെ ഒപ്പം പോയത്? അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. സന്തോഷേട്ടനെ മെഡിക്കൽ കൗൺസിലിംഗിന് മുന്നിൽ അപ്പിയർ ചെയ്യാൻ പറഞ്ഞത് ഇന്നല്ലേ. സന്തോഷേട്ടൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിന്നപ്പോ സന്തോഷേട്ടന്റെ അമ്മയല്ലേ എന്നെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞത്. വേണമെങ്കിൽ അമ്മ പറഞ്ഞതുപോലെ എനിക്ക് പോവാതിരിക്കാം. എന്റെ വാശിയുടെ പേരിൽ സന്തോഷേട്ടന് ആ ജോലി നഷ്ടമാവുന്നത് ശരിയല്ല. അങ്ങനെയാ ഞാൻ പോയത്. അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അത് ചെറുതല്ലാത്തൊരു കാര്യമായിട്ട് തന്നെയാ ഞാൻ കാണുന്നത്. അതിനമ്മ എന്നെ വിമർശിക്കൊന്നും വേണ്ട. പിന്നെ കനി എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കനിയും ഞാനും കൂടി നേർക്കുനേർ നിന്ന അമ്മ കനിയുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ആഹാ പറഞ്ഞു അവിടം വരെ എത്തിയോ? എടി ഞാൻ ആരുടെയും പക്ഷത്തൊന്നുമല്ല. ശരിയെന്ന് തോന്നുന്നത് എന്താണോ അത് ഞാൻ പറഞ്ഞു എന്ന് അമ്മ പറയുമ്പോഴേക്കും പിന്നെ അമ്മയുടെ ഒരു ശരി ഒന്ന് പോയെന്ന് പറഞ്ഞ് വീണ ബെഡിലേക്ക് കയറി കിടക്കുക. ഓ എന്റെ അമ്മോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളുടെ അരികിലേക്കിരുന്ന് അതേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വലിയ സോപ്പൊന്നും വേണ്ട, എന്നോട് മിണ്ടും വേണ്ട എന്ന് പറഞ്ഞ് വീണ ദേഷ്യത്തോടെ കിടക്കുമ്പോഴേക്കും അങ്ങനെ അങ്ങ് പറഞ്ഞാലോ ഞാൻ മിണ്ടും എന്ന് പറഞ്ഞ് ടീച്ചറമ്മ അവളെ ചേർത്ത് പിടിക്കുക. രാവിലെ ആവുമ്പോൾ ടീച്ചറമ്മ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട്. സാർ കോൾ എടുക്കുമ്പോഴേക്കും സാർ തിരക്കിലാണോന്ന് ടീച്ചറമ്മ ചോദിക്കുക. പറഞ്ഞോളൂ സരസ്വതി എന്ന് സാറ് പറയേ വേറൊന്നും ഇല്ല സാർ, കനി വെക്കേഷൻ ആയതുകൊണ്ട് വരുന്നുണ്ടെന്ന് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു എന്ന് സരസ്വതി പറയേ ആഹാ അത് സന്തോഷ വാർത്തയാണല്ലോ, കുറച്ച് വൈകുമെന്ന് ഞാൻ കരുതിയെന്ന് സാറും. യഥാർത്ഥത്തിൽ ഇപ്പോ വരാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. വീണയും കനിയും ഓരോന്ന് പറഞ്ഞ് തർക്കത്തിലായി. അതാ യഥാർത്ഥ കാരണമെന്ന് സരസ്വതി പറയേ എന്താ അതെന്ന് സാറും. വീണ സന്തോഷ് ഡിവോഴ്സ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടും വീണ്ടും വീണ സന്തോഷിനെ മെഡിക്കൽ കൗൺസിലിങ്ങിനും മറ്റും സപ്പോർട്ട് ചെയ്യുന്നത് കനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് സരസ്വതി പറയേ ആ കാര്യം സരസ്വതി പറഞ്ഞു എന്ന് സാറും. അതെ, അങ്ങനെ കനി താക്കീത് കൊടുത്ത ശേഷവും വീണ സന്തോഷിന്റെ അടുത്തേക്ക് പോയോന്നറിയാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം വീണ പോയ കാര്യം അറിഞ്ഞ് കനിക്ക് വല്ലാത്ത ദേഷ്യമായി. അന്നേരം ജോണിനെ കുഞ്ഞിപ്പോ പറ്റിക്കുവാണെന്ന് കനി പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ കനിക്കും ചില തീരുമാനങ്ങളുണ്ടെന്നും നാട്ടിലേക്ക് വരുവാണെന്നും പറഞ്ഞു എന്ന് സരസ്വതി പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ വരട്ടെന്ന്, അതിൽ ടെൻഷനൊന്നും വേണ്ട എന്ന് സാറും. കാര്യങ്ങൾ അവര് തമ്മിൽ സംസാരിച്ച് ഒരു വ്യക്തത വരട്ടെ എന്ന് സാർ ഓർമ്മിപ്പിക്കുമ്പോ സാറേ കുഞ്ഞി ഇപ്പോ സന്തോഷിനോട് ഒരു സോഫ്റ്റ് സ്റ്റാൻഡ് എടുത്ത് കാര്യങ്ങളാകെ കൺഫ്യൂസ്ഡ് ആണോന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് ടീച്ചറമ്മ തന്റെ സംശയം പറയേ സന്തോഷിനോട് വീണ ഇപ്പോ കാണിക്കുന്നത് തികച്ചും മാനുഷിക പരിഗണന മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സാറും പറയുന്നുണ്ട്. കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാതിരുന്നാ മതിയായിരുന്നു എന്ന് ടീച്ചറമ്മ പറയും. ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ, കനിയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ഉഷാറാവും എന്ന് സാറും. കനിയുടെ കൂടെ ലച്ചവും വരുവോ എന്തോ, എന്നാ പിന്നെ നല്ല മേളമായിരിക്കുമെന്ന് സരസ്വതിയും. ഒക്കെ ഒരു രസമായിട്ട് എടുത്താൽ മതിയെന്ന് സാറും. അവിടെ കായംകുളത്തിരുന്ന് സാറിനത് പറയാം. എന്റെ നിൽപ്പ് യുദ്ധഭൂമിയില സാറേന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുന്നുണ്ട്. സാറും ഒരു പൊട്ടിച്ചിരിയോടെ അത് കൊള്ളാം, എന്തായാലും ഇതൊക്കെ നല്ലതിനെ ആവുള്ളൂ എന്ന് സാറും. എന്തായാലും നമുക്ക് നോക്കാം സാർ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് സാറിനെ ഒന്ന് വിളിച്ചതാ. ശരി സാർ, സാറിന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് സരസ്വതി പറയുമ്പോഴേക്കും ഓക്കെ സരസ്വതി എന്ന് പറഞ്ഞ് സാറും കോൾ വെക്കുകയാണ്. പിന്നീട് പുറത്തൊരിടത്ത് റോഡരികിൽ സംസാരിച്ചു നിൽക്കുന്ന വല്യമ്മയെയും വീണയുമാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും തന്റെ കാറിൽ മഹേഷും രാധയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടെത്തുകയാ. കാറിൽ ഇറങ്ങി വന്നുകൊണ്ട് എന്താ വല്യമ്മ കാണണമെന്ന് പറഞ്ഞെന്ന് മഹേഷ് ചോദിക്കുമ്പോ പറയാമേടാ, നിങ്ങളെ മാത്രം കണ്ട് സംസാരിക്കണമെന്ന് കരുതിയിട്ടാ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത്. മാധവത്തിൽ ശരിയാവില്ല, റിജിയെയും അതാ ഞാൻ കൂട്ടാഞ്ഞത് എന്ന് വല്യമാമ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ എന്താ വല്യമാമ പ്രശ്നമെന്ന് മഹേഷും ചോദിക്കുക. പ്രശ്നമല്ലടാ, ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാവണം എന്ന് വല്യമാമ പറയുമ്പോഴേക്കും എന്താന്ന് പറയൂ വല്യമാമേ എന്ന് രാധയും. ഞാൻ പറയുന്നത് നിങ്ങൾ അത്രയ്ക്ക് ഗൗരവത്തിൽ ആലോചിക്കണം എന്ന് വല്യമാമ പറയേ. വല്യമാമ നമുക്ക് ആലോചിക്കാം, എന്താന്ന് പറയെന്ന് മഹേഷും. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ സരസു ശരിക്കും ശ്രദ്ധയോടെ നിരന്തരം ഇടപെടുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ സരസുവിന്റെ കാര്യത്തിൽ എത്രമാത്രം ശ്രദ്ധിക്കുന്നു, അവളുടെ ജീവിതത്തിൽ ഇടപെടുന്നു? അവളുടെ മാത്രമായൊരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്ന് വല്യമ്മ പറയേ. അല്ല, നമ്മളെല്ലാം ചേർന്നതാണല്ലോ അമ്മയുടെ ജീവിതം എന്ന് മഹേഷും. അതെ, അതിനപ്പുറം സരസുവിനെ ഒരു വ്യക്തിയായി നമ്മൾ ആരും കണ്ടിട്ടില്ലെന്ന് വല്യമാമ പറയേ. എന്താ വല്യമാമ ഉദ്ദേശിക്കുന്നതെന്ന് രാധയും. അവൾക്കും ഒരു ജീവിതം വേണ്ടേ, ഒരു കൂട്ട് വേണ്ടേ എന്ന് വല്യമാമ ചോദിക്കുന്നത് കേൾക്കെ. അല്ല, ഈ കൂട്ടെന്ന് വല്യമാമ ഉദ്ദേശിച്ചത് കല്യാണം കഴിച്ചുള്ള കൂട്ടാണോ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അതെ എന്ന് വല്യമാമ പറയേ. വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കണോ വല്യമാമ എന്ന് മഹേഷും. ആളുകൾ ചിരിക്കോ കരയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് വല്യമാമ പറയുന്നത് കേൾക്കെ. നമുക്കും പിള്ളേർക്കുമൊക്കെ പുറത്തിറങ്ങി നടക്കണ്ടേ എന്ന് രാധയും. അതിനെന്താ ഇപ്പൊ പ്രശ്നമെന്ന് വല്യമാമ ചോദിക്കേ. എന്നിട്ട് വേണം അമ്മയുടെ കല്യാണത്തിന് പപ്പടം വിളമ്പിയെന്ന് നാട്ടുകാർ വിളിക്കാൻ. നടക്കൂല എന്ന് ദേഷ്യത്തോടെ മഹേഷും. നീ വിളമ്പണ്ടടാ, തീർന്നില്ലേ എന്ന് വല്യമാമയും. അമ്മയ്ക്ക് ഇനി ആരെങ്കിലും കണ്ടുപിടിച്ച് കെട്ടിക്കാനാണോ വല്യമാമയുടെ പ്ലാൻ എന്ന് രാധ ചോദിക്കേ. അതെ, എന്റെ മനസ്സിൽ ഒരാളുണ്ടെന്ന് വല്യമാമയും. മഹേഷും സംശയത്തോടെ കൃഷ്ണചന്ദ്രൻ സാർ ആയിരിക്കും അല്ലേ എന്ന് ചോദിക്കേ. അതെ എന്ന് വല്യമാമയും. ചുറ്റിവളഞ്ഞ് അങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായെന്ന് മഹേഷ് പറയേ.
ഞാൻ വേറെ ആരോടും ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. സരസുവിനോട് പോലും ചോദിച്ചില്ലെന്ന് വല്യമാമയും. അമ്മയോടല്ലേ ഇതാദ്യം ചോദിക്കേണ്ടതെന്ന് രാധ ചോദിക്കെ സ്വാഭാവികമായും സരസു ഇതിന് സമ്മതിക്കില്ല. നിങ്ങളൊക്കെ പറഞ്ഞ് നിർബന്ധിക്കണം. അതിനാ നിങ്ങൾ 3 പേരെയും കാണണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് വല്യമാമ പറയുമ്പോഴേക്കും കൊള്ളാം, ഞങ്ങൾ നിർബന്ധിച്ച് അമ്മയുടെ കല്യാണം നടത്തണം അല്ലേ? നടന്നത് തന്നെ. അന്ന് അമ്മയും കൃഷ്ണചന്ദ്രൻ സാറും അപകടം പറ്റി തമിഴ്നാട് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിഞ്ഞു. ഈ നാട്ടിൽ നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ കുറെ കഥകൾ ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന് മഹേഷ് പറയെ. രണ്ടുപേരും ഒരുമിച്ചൊരു ഹോസ്പിറ്റലിൽ ചികിത്സയിലല്ലായിരുന്നു, അല്ലാതെ ഒരുമിച്ച് താമസിച്ചതൊന്നുമല്ലല്ലോ. പിന്നെന്താ ഈ നാട്ടുകാർക്ക് പ്രശ്നമെന്ന് വല്യമാമയും. എന്റെ വല്യമാമേ, അവർക്ക് ഒന്നിച്ച് അപകടം പറ്റിയത് അവരൊന്നിച്ചുണ്ടായിരുന്നത് കൊണ്ടല്ലേ എന്ന് മഹേഷ് പറയെ. എടാ, നാട്ടുകാരുടെ വായടച്ച് നമുക്കൊന്നും ജീവിക്കാൻ പറ്റുകയില്ല എന്നവനോടായി പറഞ്ഞ് വീണയെ നോക്കിക്കൊണ്ട് കുഞ്ഞ് എന്താ ഒന്നും മിണ്ടാത്തെ എന്ന് ചോദിക്കെ എനിക്ക് പൂർണ്ണ യോജിപ്പാ. ഞാൻ വല്യമ്മയോട് സംസാരിക്കണമെന്ന് കരുതിയതാ ഈ കാര്യം എന്നവളും പറയുന്നുണ്ട്. കൊള്ളാം, ഇളയ മോള് ഡിവോഴ്സായി വീട്ടിൽ നിൽക്കുമ്പോ അമ്മയ്ക്ക് കല്യാണമല്ലേ? എന്റെ വല്യമ്മ ആളുകൾക്ക് കുറെ കാലം പറഞ്ഞു ചിരിക്കാൻ ഒരു കാര്യമായി എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയെ. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണമെന്നല്ല, കുഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ ശരിയായ ശേഷം ഞാനൊരു ആലോചന പറഞ്ഞതാ. അമ്മയായ സരസുവിനെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. ചെറുപ്രായത്തിലെ ഒരു കൂട്ടു നഷ്ടപ്പെട്ട് നിങ്ങൾ 3 ആൾക്കും വേണ്ടി ജീവിച്ചവളവള്. അവളും ഒരു പെണ്ണല്ലേ, അവൾക്കും വേണ്ട ഒരു ജീവിതം, ഒരു കൂട്ടു വേണമെന്ന് വല്യമാമ പറയേ. അമ്മയുടെ പ്രായത്തിലെ മക്കളെയും ചെറുമക്കളെയും ഒക്കെ നോക്കി ജീവിക്കുന്നതല്ലേ അമ്മയുടെ ജീവിതമെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വീട്ടില് കുഞ്ഞുണ്ട്. കുഞ്ഞിയുടെ ജീവിതമായി പോകുമ്പോ സരസ്വതി എന്ത് ചെയ്യും എന്ന് വല്യമാമ ചോദിക്കേ. എന്റെ ജീവിതം എങ്ങനെയൊക്കെ അങ്ങ് പോവും വല്യമാമേ എന്ന് വീണയും ടെൻഷനോടെ പറയുന്നു. അതൊന്നും നടക്കില്ല, അത് ഞങ്ങൾ ആലോചിച്ചോളാം എന്ന് വല്യമാമയും. മഹേഷും ദേഷ്യത്തോടെ അതെ വല്യമാമേ, അമ്മയുടെ കാര്യത്തിൽ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറയേ. രാധയും ദേഷ്യത്തോടെ എനിക്കൊട്ടും താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അവരുടെ ജീവിതം വെറുതെ ജീവിച്ചങ്ങ് തീർക്കണമെന്ന് ചിന്തിക്കുന്നവരും പറയുന്നതും ശരിയാണെന്നു കൂടി നിങ്ങൾ ആലോചിക്കണം. ഇടാ, സരസുവിനിപ്പോ ജോലിയുണ്ട്. സ്കൂളിൽ ഇത്രയും കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും ഒപ്പം നിൽക്കുന്നത് കൊണ്ട് ഒറ്റപ്പെടലൊന്നും തോന്നില്ല. പെൻഷനായാൽ അവളുടെ അവസ്ഥ എന്താവും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് വല്യമാമ ചോദിക്കുന്നുണ്ട്. എന്താ ആലോചിക്കാൻ? പെൻഷനായാൽ മറ്റുള്ളവരെങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മുടെ അമ്മയും ജീവിക്കും എന്ന് മഹേഷും വാദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കായി സാധിച്ച് ഇത്രയും കാലം ഒപ്പം നിന്നിട്ടുണ്ട് സരസ്വതി. പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ലെന്ന് വല്യമാമ പറയേ. എന്റെ വല്യമാമ, ഇത് മാനക്കേടായതുകൊണ്ടാ എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല എന്ന് മഹേഷും. വല്യമാമേ, എനിക്ക് യോജിപ്പില്ലെന്ന് രാധയും. ഈ കാര്യം പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വെറുതെ സമയം കളയണ്ട. വല്യമാമയെ സ്റ്റാൻഡ് വിടണോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ വേണ്ടടാ, ഞാനൊരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം എന്ന് വല്യമാമയും. കുട്ടികൾക്ക് അവരും യാത്ര പറഞ്ഞ് കാറുമെടുത്ത് പോവുകയാ. വല്യമാമ കുഞ്ഞോടായി. ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ സരസു ഒറ്റയ്ക്കായി പോവുമെന്നൊരു പേടി എനിക്കുണ്ട് എന്ന് ആദ്യയോടെ പറയേ. കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യം നമുക്ക് ആലോചിക്കാം വല്യമാമേ, വരും പോലെ വരട്ടെ എന്ന് വീണയും. ഞാൻ എത്ര പറഞ്ഞിട്ടും മഹേഷിനും രാധയ്ക്കും മനസ്സിലാവുന്നില്ല എന്ന് വല്യമാമ പറയേ. അതവരെ ബാധിക്കുന്ന വിഷയമേ അല്ല, അതുകൊണ്ട് അവർക്കത് മനസ്സിലാവുകയുമില്ല എന്ന് വീണയും. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് വല്യമാമ പറയേ. അതെ വല്യമാമേ, നമുക്ക് നോക്കാമെന്ന് വീണയും ടെൻഷനോടെ പറയേ. വല്യമാമ അവളെ വിളിച്ചോണ്ട് പോവുകയാ. യാത്രക്കിടയിൽ മഹേഷും രാധയും വഴിയരികിൽ കാർ നിർത്തി ഇറങ്ങുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തോടെ രാധയോടായി പറയുന്നുണ്ട്. ഈ വല്യമാമ ഇത് എത്ര നിസ്സാരമായിട്ടാ പറയുന്നേ? അങ്ങനെ സംഭവിച്ചാ പിന്നെ നമുക്കാർക്കും ഈ നാട്ടിൽ തല ഉയർത്തി കഴിയുമെന്ന് കരുതണ്ട. അതികൾക്ക് രാധയും അത് സത്യ, അത് മാത്രമോ? വിഷ്ണുവേട്ടനൊക്കെ എന്ത് കരുതും പിന്നെ? അന്ന് സ്റ്റേഷനില് ആ കൃഷ്ണചന്ദ്ര സാറിനെ പിടിച്ചു വെച്ചപ്പോ ഞാൻ വിടണമെന്ന് പറഞ്ഞു വിളിച്ചതിന് തന്നെ വിഷ്ണുവേട്ടന്റെ ദേഷ്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീയൊക്കെ ഇത്രയും താല്പര്യം കാണിക്കാൻ നിന്റെയൊക്കെ തന്തയാണോ അങ്ങേരെന്നാ അദ്ദേഹം ചോദിച്ചത്. ആ പറഞ്ഞത് ഇപ്പോഴും എന്റെ ഉള്ളിലൊരു പൊള്ളലായി കിടപ്പുണ്ട്. എടാ, എനിക്ക് വിഷ്ണുവേട്ടനെ പിന്നെ ഫേസ് ചെയ്യാനേ കഴിഞ്ഞിട്ടില്ലെന്ന് രാധ പറയേ. ഇപ്പൊ തന്നെ ജീവിതം മാറിയതിന്റെ പേരിലാ ഈ സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ നമ്മളെ അംഗീകരിക്കുന്നത്, തിരിച്ചു കാണിക്കുന്നത്. അവർക്കൊന്നും നമ്മളോട് സ്നേഹമുണ്ടായിട്ടല്ല. ഒരു അവസരം കിട്ടിയ എല്ലാ എണ്ണവും തിരിഞ്ഞു കൊത്തും. ആ ശശികല മാമിയൊക്കെ ആടിത്തുള്ളുമെന്ന് മഹേഷും പറയുന്നുണ്ട്. അത് നേരാ. പിന്നെ നാട്ടിൽ അമ്മയ്ക്കുള്ള ടീച്ചർ അമ്മ എന്ന ഇമേജ് അതൊക്കെ പോവില്ലേ? എല്ലാരും അമ്മയെ ശരിക്കും മാതൃകയായിട്ടല്ലേ കാണുന്നത് എന്ന് രാധ ചോദിക്കേ. വല്യമ്മ പറഞ്ഞത് എന്തായാലും നല്ല മാതൃക തന്നെ എന്ന് മഹേഷും. അമ്മയ്ക്ക് മാത്രമായിട്ടൊരു ജീവിതമെന്ന് വല്യമ്മ പറയുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അങ്ങ് ദഹിക്കുന്നില്ല. അമ്മയെ വേറെ കല്യാണം കഴിപ്പിച്ചു വിട്ട അമ്മയ്ക്ക് പിന്നെ നമ്മളോട് എന്ത് ബന്ധമുണ്ടാവും? അവരെ അവരുടെ ജീവിതം നോക്കി പോവില്ലെന്ന് രാധയും ചോദിക്കുന്നുണ്ട്. അത് തന്നെ, പിന്നെ അവരോട് ഇക്കാര്യം സംസാരിച്ചിട്ടില്ലെന്ന് വല്യമ്മ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു എന്ന് മഹേഷ് ഓർമ്മിപ്പിക്കേ. ശരിയാ, നമ്മളെല്ലാവരും കൂടി ഇക്കാര്യം അമ്മയോട് പറഞ്ഞ് അമ്മയെ നിർബന്ധിക്കണമെന്നാ വല്യമ്മ പറഞ്ഞത് എന്ന് രാധയും പറയുന്നുണ്ട്. കൊള്ളാം, നമുക്ക് തന്നെ നിർബന്ധിച്ച് നടത്തി കൊടുക്കാം. സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാകും. ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ആൾക്കാർക്ക് താല്പര്യം. മഹേഷ് പറയെ. ആളുകൾക്ക് നമ്മുടെ കുടുംബം പറഞ്ഞ് ചിരിക്കാനുള്ള തമാശയാവും. രാധയും പറയുന്നുണ്ട്. ഉറപ്പല്ലേ എന്ന് മഹേഷ് പറയുന്നത് കേൾക്ക് ടെൻഷനോടെ നിൽക്കുന്ന രാധയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. മഹേഷും രാധയും അമ്മയെ ചോദ്യം ചെയ്യാൻ എത്തുന്നതും വീണയെ വീണ്ടും വിളിക്കുന്ന സന്തോഷിനോടായി. തന്റെ കഷ്ടതയിൽ കൂടെ നിന്ന ജോണിനെ ഒഴിവാക്കാനാവില്ലെന്നും അവർക്ക് വാക്കു കൊടുക്കാൻ പോവുകയാണെന്നും വീണ പറയുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.